സയൻസ് എടുത്ത് കുടുങ്ങിപ്പോയി, ഇനി എനിക്ക് വേറെ വഴിയില്ല എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്തിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ഇനി നിങ്ങൾക്കാവുന്നു. സയൻസ് എടുത്ത് ഞാൻ കുടുങ്ങിപ്പോയി, ഞാൻ പെട്ടുപോയി മിസ്, ഇനി എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എനിക്കിത് പഠിക്കാനാവുന്നില്ല, ഞാൻ എങ്ങനെയോ സയൻസ് എടുത്തു ഇവിടെ എത്തിപ്പോയി, പക്ഷെ എന്നെ കൊണ്ട് താങ്ങാവുന്നതിലപ്പുറമാണ് സയൻസിൽ പഠിക്കാവുന്ന കാര്യങ്ങൾ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നിങ്ങളിൽ പലരും. എന്നാൽ ഈ കുടുക്ക് ഇതൊരു കുടുക്കല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ഞാൻ പറയുന്നുണ്ടായിരിക്കും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സയൻസ് എടുത്തതിൽ ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇതിൽ ആദ്യത്തെ കാര്യം, എന്തുകൊണ്ടാണ് സയൻസ് എടുത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്? ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സീനിയേഴ്സോ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും സയൻസ് വളരെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ട്രീം എടുത്താൽ വളരെ ഈസി ആയി പഠിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ കമ്പയർ ചെയ്യരുത്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 വരുന്ന ഏതൊരാൾക്കും, അത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് വിഷയവും ആയിക്കോട്ടെ, എല്ലാത്തിനെയും അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സയൻസിൽ നിൽക്കുമ്പോൾ തോന്നും ഞാൻ കൊമേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് നന്നായി പഠിക്കാം, നല്ല മാർക്ക് വാങ്ങാം എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ വേറൊരു സ്ട്രീമിലേക്ക് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും തോന്നിയേക്കാം ഇല്ല സയൻസ് തന്നെയായിരുന്നു നല്ലത് എന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാൾ പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ ഞാൻ കുടുങ്ങിപ്പോയി, ഞാൻ പെട്ടുപോയി എന്നുള്ളൊരു വിചാരം നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനി സയൻസിന് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു മേഖലയിലേക്കും പോവാം എന്നുള്ളത് സയൻസിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. സയൻസ് എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 12th കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഫീൽഡിലേക്കും നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇതൊരു പക്ഷേ മറ്റൊരു സ്ട്രീമിലും തന്നെ പോസിബിൾ ആയിരിക്കില്ല. ഇനി സയൻസ് എടുത്ത് പെട്ടുപോയി എന്ന് തോന്നുന്നതിൽ കുറേ പേർ മലയാളം മീഡിയത്തിൽ നിന്നും ഇപ്പോൾ +1 വന്നവരായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ 10 വരെ മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ച് +1 എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ പുതിയതായിട്ട് ഒരുപാട് ടേംസ് കേൾക്കുന്നു, ഒരുപാട് പുതിയ കോൺസെപ്റ്റ്സ് പഠിക്കുന്നു, എല്ലാം ഇംഗ്ലീഷ് ടേംസിലാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ കുറച്ച് വലയ്ക്കും. പക്ഷേ ഇത് ആദ്യത്തെ കുറച്ച് മാസം അല്ലെങ്കിൽ കുറച്ചു കാലം മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കുള്ളൂ, ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുള്ളൂ. നിങ്ങൾ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അത് വീണ്ടും പഠിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം വീണ്ടും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടേംസ് എല്ലാം തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തും. നിങ്ങൾ തന്നെ കേട്ട് ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ വളരെയധികം ഫെമിലിയർ ആയി തുടങ്ങും. എൻ്റെ കൂടെ എൻ്റെ സ്കൂളിൽ ഉണ്ടായിരുന്ന എൻ്റെ സീനിയേഴ്സിൽ ഒരുപാട് പേര് മലയാളം മീഡിയത്തിൽ നിന്നും പഠിച്ച് വന്നവരാണ് +1. എന്നാൽ ഇന്ന് അവരിൽ പലരും തന്നെ എയിംസ് ഡൽഹിയിലും ജിപ്മറിലും ഒക്കെ പഠിച്ച് MBBS കഴിഞ്ഞ് വന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് സാധ്യമാണ്. മലയാളം മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് ഒരിക്കലും +2 നല്ല മാർക്ക് കിട്ടില്ല, അല്ലെങ്കിൽ +1 നല്ല മാർക്ക് കിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നത് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുക്കുക എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ്. ഒരു പക്ഷേ സയൻസ് എടുത്തത് ഒരു മികച്ച തീരുമാനമാണെന്ന് ചിന്തിക്കാൻ ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആർക്കും കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മക്കളെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് സയൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പുറത്ത്. അവർക്കൊന്നും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം ഒരു തവണ കേട്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ എക്സ്റ്റേണൽ സപ്പോർട്ട് തേടുക. അതിൽ ഒരു പ്രശ്നവും ഇല്ല. എക്സ്റ്റേണൽ സപ്പോർട്ട് മക്കളെ അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന സ്ട്രീം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സയൻസ് ആണെന്ന്. മറ്റേത് സ്ട്രീമിനേക്കാൾ ഏറെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് തരാൻ, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ അറ്റൻഷൻ തരാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പുറത്തുണ്ട്. അതിൽ ഏറ്റവും മികച്ചതാണ് നമ്മുടെ ഏഗൺ എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. വളരെ കുറഞ്ഞ ഫീസിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ക്വാളിറ്റി ക്ലാസ്സസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കോൺസെപ്റ്റ്സും പഠിപ്പിച്ചുകൊണ്ടായിരിക്കും ഏഗന്റെ എല്ലാ ലൈവ് ക്ലാസ്സസും ഉണ്ടായിരിക്കുക. ഇനി നിങ്ങൾക്കുണ്ടാവുന്ന മറ്റൊരു സംശയം എന്ന് പറയുന്നത്, എങ്ങനെയാണ് എക്സാമിന് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക, എങ്ങനെയാണ് എനിക്ക് നല്ല മാർക്ക് ലഭിക്കാൻ പറ്റുക, എനിക്കിപ്പോൾ ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് നല്ല മാർക്ക് ലഭിക്കുമോ എന്നുള്ളതായിരിക്കും. ഒരു എക്സാമ്പിൾ എടുക്കാം. ഫിസിക്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് വരുന്ന മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 20 to 25 ആയിരിക്കും. നിങ്ങൾ ഈ പറയുന്ന പോലെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു നിങ്ങൾ എക്സ്റ്റേണൽ സപ്പോർട്ട് എടുക്കുമ്പോഴും നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുമൊക്കെ ഏകദേശം നിങ്ങൾ അറൌണ്ട് 5000ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും. മക്കളെ 5000-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന നിങ്ങൾക്ക് എക്സാമിന് 20 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ക്രാക്ക് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, സയൻസ് എന്ന് പറയുന്നത് ഒരു എടുത്താൽ പൊങ്ങാത്ത ഭാരമൊന്നുമല്ല. നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഏതൊരു സബ്ജക്റ്റിലും ഉണ്ടാവുന്ന കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സയൻസിലും ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. 10ാം ക്ലാസ് വരെ പഠിച്ച പോലെ ഓക്കെ എക്സാം ആവുമ്പോൾ പഠിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തലേ ദിവസം ക്ലാസ്സുകൾ കണ്ടു പഠിക്കാം എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മാറ്റിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കും. കാരണം
+1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് സബ്ജക്ട് ഏത് സ്ട്രീം എടുത്താലും അതൊരു ഹയർ ലെവലിലേക്ക് തന്നെയാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുക്കണം, നിങ്ങൾ കൂടുതൽ സമയം പഠിക്കാനായിട്ട് എടുത്തേ മതിയാവും. ആ എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രീം, സയൻസ് എന്നല്ല ഒരു സ്ട്രീമും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏക കാര്യം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ സയൻസ് എടുത്ത് പെട്ടുപോയി എന്ന് കരുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.